ഹായ് ഗൈസ്, പവിത്രം പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഷ അങ്ങനെ വിക്രത്തിന്റെ റൂമിൽ വരുന്നു. വിക്രം എഴുന്നേറ്റ് നിന്നപ്പോൾ മാഷ ബെഡിലിരുന്ന് അടുത്ത വിക്രമിനോട് ഇരിക്കാൻ പറയുന്നു. നീ ഈ റൂമിൽ വരുന്നതും പോകുന്നതും ഒന്നും ഞാൻ അറിയുമായിരുന്നില്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഒന്നും അറിയാത്തതുപോലെ സുഖമായി ജീവിക്കുമ്പോൾ നീ ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരിൽ നിന്നും അകന്ന് ഇവിടെയും എന്ന് മാഷ് പറയുന്നു. മാഷിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് അവളെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. നിന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, ഈ വീടിന്റെ കൂടി ആവശ്യമാ അവൾ വരേണ്ടത് എന്ന്. നമുക്ക് നാളെ തന്നെ ഒരുമിച്ച് പോയി അവളെ കൂട്ടിയിട്ട് വരാം എന്ന് പറയുമ്പോൾ വിക്രം ശരി എന്ന് തലയാട്ടുന്നു. പിന്നീട് കമലയോടായി മാഷ് പറയുന്നത്, വേദയോട് നന്ദിനി പെരുമാറിയിരുന്നത് ഒട്ടും നല്ല രീതിയിലായിരുന്നില്ലല്ലോ, അപ്പോൾ അവൾ അത് അർഹിക്കുന്നുണ്ട് എന്ന്. നന്ദിനിയുടെ വീട്ടിലും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ മാഷേ എന്ന് കമല ചോദിക്കുമ്പോൾ, അത് സ്വയം അറിയാമായിരുന്നിട്ടും ഇത്ര അഹങ്കാരം കാണിക്കില്ലായിരുന്നല്ലോ. പുറത്തു പോയി കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ തന്നെ വിഷമിക്കേണ്ടേ മാഷേ എന്ന് കമല തിരിച്ചു ചോദിക്കുന്നു. അത് ചോദിക്കുമ്പോൾ മാഷും ഒന്ന് ആലോചിച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് ശ്രീജയോട് നന്ദിനി പറയുന്നത്, പെട്ടെന്നൊരു വീടൊക്കെ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ശ്രീജയെടുത്തി. വിനയന് എവിടെയും കിടക്കാം, കടത്തിണ്ണയിലും കിടക്കാം എന്ന് പറയുമ്പോൾ ശ്രീജ കരയുന്നു. പിന്നീട് മാഷും വിക്രമും വേദയുടെ വീട്ടിലേക്ക് വരുന്നു. ജഡ്ജി ശങ്കരനാരായണനാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. പരസ്പരം നോക്കി നിൽക്കുന്നതോടെ പ്രമോ അവസാനിക്കുന്നു. ഇതാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.